ഡൽഹി ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട അമീർ റാഷിദ് അലിയെ 10 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി പാട്യാല ഹൌസ് കോടതിയുടേതാണ് നടപടി. ആക്രമണത്തിന് അമീറിന് വലിയ പങ്കുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു. അതേസമയം പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രംഗത്തെത്തി. പാകിസ്ഥാൻ അവസരം തന്നാൽ അയൽ രാജ്യത്തോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ സൂചന മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹി ഭീകരാക്രമണത്തിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ചാവേർ ഉമർ നബിക്ക് വേണ്ടി കാർ വാങ്ങിയ ജമ്മുകശ്മീർ പാമ്പോർ സ്വദേശി അമീർ റാഷിദ് അലിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത്. ഇന്ന് ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കിയ റാഷിദ് അലിയെ 10 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. ആക്രമണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് റഷീദ് അലി ഡൽഹിയിലെത്തി കാർ വാങ്ങി കൈമാറിയതെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. റഷീദ് വാങ്ങിയ i20 വാഹനം ഉപയോഗിച്ചാണ് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയത്. 13 ജീവനുകളാണ് ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞത്. റഷീദിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ടെന്നും മുഖ്യ സൂത്രധാരനിലേക്ക് എത്താൻ റഷീദിനെ കസ്റ്റഡിയിൽ വേണമെന്നുമുള്ള അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മുസഫർ അഹമ്മദ് റാത്തൂർ ഇപ്പോഴും ഒളിവിലാണ്. നിലവിൽ NIAയുടെ കസ്റ്റഡിയിലുള്ള ഡോക്ടർ ആദിൽ അഹമ്മദിന്റെ സഹോദരനാണ് ഡോക്ടർ മുസഫർ. ഇയാൾ നിലവിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്നാണ് വിവരം. പദ്ധതികൾ ആസൂത്രണം ചെയ്ത ശേഷം ഓഗസ്റ്റ് അവസാനത്തോടെ ഇയാൾ രാജ്യം വിട്ടുവെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ചാവേറായി പൊട്ടിത്തെറിച്ച ഉമർ നബി, നിലവിൽ അറസ്റ്റിലായ അൽഫലാ സർവകലാശാലയിലെ ഡോക്ടർ മുസമ്മൽ ഷെയ്ഖ് എന്നിവർ മുസഫറിനൊപ്പം തുർക്കി സന്ദർശിച്ചിരുന്നു. ഇവിടെ വെച്ച് ഭീകരവാദ സംഘടനയുടെ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതേസമയം ഡൽഹിയിൽ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് മുംബൈ രീതിയിലുള്ള സ്ഫോടനമെന്നും സ്ഫോടക വസ്തുക്കളുമായി ഡോക്ടർമാർ അറസ്റ്റിലായതാണ് നിർണായകമായതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഡോക്ടർ ഷെഹിൻ സെയ്ദാണ് ആക്രമണത്തിന് കൂടുതൽ നിർദ്ദേശങ്ങളും പദ്ധതികളും ഒരുക്കിയത്. ലഷ്കർ ഇ തോയ്ബയുമായി ഷെഹിൻ നേരിട്ട് ബന്ധപ്പെട്ടുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. സ്ഫോടനത്തിന് സഹായം നൽകിയ നിരവധി ആളുകളെ ഇനിയും പിടികൂടാനുണ്ട്. അതിനിടെ പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രംഗത്തെത്തി. ഒരു അവസരം തന്നാൽ അയൽ രാജ്യത്തോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ സൂചന മാത്രമാണെന്നും വലിയ തിരിച്ചടികൾ നൽകാൻ രാജ്യം സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ഭീഷണിക്കും മുന്നിൽ രാജ്യം കീഴടങ്ങില്ല എന്നും ഭീകരവാദികളെയും അവരെ സഹായിക്കുന്നവരെയും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.